സ്പിരിച്വാലിറ്റി 777 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മണി മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഇത് ഏഞ്ചൽ നമ്പേഴ്സും മറ്റും ഉപയോഗിച്ചിട്ടല്ല. നമുക്ക് മണിക്ക് വേണ്ടിയിട്ടൊരു സ്പിരിറ്റ് ഉണ്ട്, നിധിക സ്പിരിറ്റ് അല്ലെങ്കിൽ നിധിക ഏഞ്ചൽ. ചിലവർ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. ഏഞ്ചൽ നമ്പേഴ്സിലും മറ്റ് മാനിഫെസ്റ്റേഷൻ മെത്തേഡിൽ വിശ്വാസമുള്ളവർ അത് മാത്രം ചെയ്യുക. ഇത് വിശ്വാസമുള്ളവർ ഇത് ചെയ്യുക. വിശ്വാസമില്ലാതെ നമ്മൾ ഇത് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് പെട്ടെന്നുള്ള പൈസ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി അടയ്ക്കാനും കുറി അടയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള പൈസയുടെ ആവശ്യങ്ങൾ, ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡായി പെട്ടെന്ന് പൈസ വേണം, ഇതൊക്കെ നിങ്ങൾ അർഹതപ്പെട്ട പൈസകളാണ് അല്ലേ, നമുക്ക് ഡിസേർവിങ് ആയിട്ടുള്ള പൈസകളാണ്. അതല്ല ലോങ് ടേം ആയിട്ടുള്ള പൈസകൾ, അതായത് എന്നും നിങ്ങൾക്ക് പണം വന്നുകൊണ്ടേയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1,00,000 രൂപ ശമ്പളമുള്ള ജോലി വേണം. ഇപ്പോൾ നിങ്ങൾ അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കണം കേട്ടോ. അതായത് നമ്മൾ പരിശ്രമിക്കാതെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങളൊരു എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ആ എക്സാം കടന്നു കിട്ടാനും ആ എക്സാം ക്രാക്ക് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണിത്. കാരണം ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് എന്തായാലും നല്ലൊരു ശമ്പളമുള്ള ജോലിയുള്ള ഇതായിരിക്കുമല്ലോ. അപ്പോൾ ആ ശമ്പളത്തിലുള്ള ജോലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ശമ്പളം നിങ്ങൾക്ക് എന്നും വരുമാനമായി കിട്ടണമെങ്കിൽ നിങ്ങളത് പഠിക്കണം. അപ്പോൾ അങ്ങനത്തെയുള്ള എല്ലാ ഇതും കടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിധിക ദേവതയെ വിളിക്കുന്നത്. അതായത് പൈസയ്ക്ക് വേണ്ടി, പൈസ നമുക്ക് അർഹതപ്പെട്ട പൈസ. അതിപ്പം ലോട്ടറി ആണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ലോട്ടറി എന്നുള്ളത് നമുക്ക് അർഹതപ്പെട്ട തന്നെയാണല്ലോ. കാരണം നമ്മൾ 50 രൂപ കൊടുത്തെടുക്കുന്നത് എന്തിനാണ്? നമുക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 100 രൂപയും 500 രൂപയും കൊടുത്ത് നമ്മൾ ലോട്ടറി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അർഹതപ്പെട്ട പൈസ തന്നെയാണ്. നമുക്ക് കേരള സർക്കാർ തന്നിരിക്കുന്ന വലിയൊരു ആനുകൂല്യമാണത്. അപ്പോൾ അതും നമുക്ക് അർഹതപ്പെട്ട പൈസ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോങ് ടേം ആയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജോലി, നല്ല വലിയ ജോലികൾ എന്ന് പറയുമ്പോൾ നല്ല ശമ്പളമുള്ള ജോലികളായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിധിക ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. നിധിക ദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഇതൊരു സ്പിരിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ, അതായത് ഒരു 9 മണിക്കും 7 മണിക്കും മുന്നായിട്ട് ചെയ്യണം. മറ്റുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളിത് ചെയ്യരുത്. അതുപോലെ തന്നെ വെളുപ്പാങ്കാലത്തൊന്നും ചെയ്യരുത്. 9 മണിക്കും രാത്രി 7 മണിക്കും മുന്നായിട്ട് നിങ്ങളിത് ചെയ്ത് അവസാനിപ്പിക്കുക. ഇതാണ് നിധിക ദേവതയുടെ സിമ്പല്, അല്ലെങ്കിൽ അതിനൊരു സൈൻ ഉണ്ട്. നമ്മളത് നോക്കിയിട്ട് ആണ് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് നോക്കിയിട്ട് നിധിക 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 എന്ന് പറഞ്ഞ 3 തവണ ദേവതയെ വിളിച്ചു വരുത്തുക. വിളിച്ചു വരുത്തിയതിന് ശേഷം നിങ്ങളിനി ചെയ്യേണ്ടത്, ഇങ്ങനെ ദേവതയെ വിളിച്ചു വരുത്തിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വിചാരിക്കുക. ആ ആഗ്രഹം നടത്തി തന്നതിനും ഞാൻ ആഗ്രഹിച്ച പോലെ പൈസ എനിക്ക് ലഭിച്ചതിനും ഒരുപാട് നന്ദി എന്ന് 3 തവണ പറയുക. ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് പറയണം? എൻ്റെ ആഗ്രഹം നടത്തി തന്നു, ഇനി സമാധാനമായി പോയിക്കോളൂ. എൻ്റെ ആഗ്രഹം നടത്തി തന്നു, ഇനി സമാധാനമായി പോയിക്കോളൂ. ഇത് 7 തവണ പറയണം. ആദ്യം നിധികാദേവിനെ 3 തവണ വിളിച്ചു വരുത്തണം. പിന്നെ നിങ്ങളുടെ ആഗ്രഹം 3 തവണ പറയണം. നടന്നു കഴിഞ്ഞ പോലെ നന്ദി പറഞ്ഞുകൊണ്ട് പറയണം. അത് 3ഓ 7ഓ തവണ പറയാട്ടോ, നിങ്ങളുടെ ഒരു യുക്തി അനുസരിച്ച് പറയുക. അവസാനം എൻ്റെ ഈ ആഗ്രഹം നടത്തി തന്നു, ഇനി സമാധാനമായി പോയിക്കോളൂ എന്ന് 7 തവണ പറയുക. ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഒഴിഞ്ഞ മുറി തിരഞ്ഞെടുക്കുക. ആരും നിങ്ങളെ ശല്യം ചെയ്യാതെ നിങ്ങൾക്ക് സമാധാനമായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന മുറി വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. പെട്ടെന്നുള്ള പണത്തിൻ്റെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഒറ്റ തവണ ചെയ്താൽ മതി വിശ്വാസത്തോടെ. അതല്ലാന്നുണ്ടെങ്കിൽ 7 ദിവസം ചെയ്യാം, 11 ദിവസം ചെയ്യാം, 21 ദിവസം ചെയ്യാം, അല്ലെങ്കിൽ എന്നും ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ സമയം എപ്പോഴും രാവിലെ 9 മണിക്കും രാത്രി 7 മണിക്കും മുന്നായിരിക്കണം. വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക, അല്ലാത്തവർ മറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഫോളോ ചെയ്യുക. ഓക്കെ, ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.